ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ അവസാന വർഷം നടന്ന മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനുമാണ്. അതിലെ പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ബാക്കി നമുക്കിന്ന് ചെയ്യാനുള്ളത് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് പാർട്ണർഷിപ്പിലെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യനും ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യനും ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലെ കുറേ ക്വസ്റ്റ്യൻസും അതുകൂടാതെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്കിതിൽ വരുന്നുണ്ട്. അതെല്ലാം നമുക്കിത് ഡിസ്കസ് ചെയ്ത് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കുമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമുക്ക് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് നോക്കി കൂടുതൽ ക്ലാസ്സുകൾ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 12ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാം. മനൂബ് ആൻഡ് സനൂബ് ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. മനൂബ് റിട്ടയേഴ്സ് ഫ്രം ദി ഫേം. അപ്പോൾ 3 പാർട്ണേഴ്സിൽ ഒരാൾ മനൂബാണ് റിട്ടയർ ചെയ്യുന്നത്. ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 40,000 ഈസ് ഡ്യൂ ടു ഹിം. അപ്പോൾ ഇവിടെ മനൂബിൻ്റെ റിട്ടയർമെൻറ്റ് ഡേറ്റിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് 40,000 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അനൂപ് ആൻഡ് സനൂപ് പ്രോമിസ്ഡ് ടു പേ ഹിം ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് ബാക്കിയുള്ള റിമെയിൻ ചെയ്യുന്ന പാർട്ണേഴ്സ് ഈ എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രോമിസ്ഡ് ടു പേ ഹിം ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് എവറി ഇയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റും ഒപ്പം തന്നെ അതിന് ഇൻട്രസ്റ്റ് കൂടെ ഉൾപ്പെടെയാണ് ഇവർ ഈ എമൗണ്ട് കൊടുക്കേണ്ടത്. നമുക്ക് പ്രിപ്പയർ മനൂസ് ലോൺ അക്കൗണ്ട്. നമുക്കിവിടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കണം. ഈ ലോൺ അക്കൗണ്ട് വഴി ഓരോ വർഷവും കൊടുക്കേണ്ട 40,000 വീതവും ഒപ്പം തന്നെ ഇൻട്രസ്റ്റും ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എത്ര തവണയായിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ 4 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. അപ്പോൾ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ 40,000 കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 40,000-നെ 4 ഡിവൈഡ് ചെയ്ത് ഓരോ വർഷവും 10,000 രൂപ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് ഈ 40,000 എടുക്കുന്നു. 40,000-ൻ്റെ 4-1 ഭാഗം നമ്മൾ ആദ്യത്തെ വർഷം കൊടുക്കും. രണ്ടാമത്തെ വർഷം വീണ്ടും നമ്മൾ 10,000 അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത്, അതായത് 40,000 4 ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ വർഷം കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 12% ഇൻട്രസ്റ്റ് കൂടെ, നമ്മൾ എത്രയാണോ ഇനി കൊടുക്കാനുള്ള എമൗണ്ട് ബാക്കി നിൽക്കുന്നത് അതിന് 12% ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് ഉൾപ്പെടെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പാർട്ണേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മനൂസ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു ലോൺ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത്, അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആദ്യം ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത്. ബൈ മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് എഴുതി വെക്കണം. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ടു മനൂബ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും ലാസ്റ്റ് ഈ എമൗണ്ട് അല്ലേ 40,000. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ബൈ മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ക്രെഡിറ്റ് വരിക. അപ്പോൾ ഇവിടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള തുക ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പേരിൽ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. അതിനുശേഷം നമുക്ക് ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും, അതായത് ആ വർഷം 40,000 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10,000 വെച്ച് എല്ലാ വർഷവും കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു 10,000 ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 40,000 ഇൻറ്റു 12%. 12% ആണ് ഇൻട്രസ്റ്റ് അല്ലേ. 40,000 ആണ് നമുക്ക് ഈ ആദ്യത്തെ വർഷം കൊടുക്കാനുള്ള ബാക്കി നിൽക്കുന്ന തുക. അപ്പോൾ 40,000 ഇൻറ്റു 12% എന്ന് പറഞ്ഞ് 4,800 നമ്മളത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ 4,800 ഈ വർഷം കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിൻ്റെ തുകയാണ്. അതും ഈ വർഷത്തെ നമ്മളെ ഇൻസ്റ്റാൾമെൻറ്റ് തുക 10,000 അല്ലേ. അപ്പോൾ 10ഉം 4,800 മൊത്തം 14,800 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ടു ക്യാഷ് എന്ന പേരിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ മനുവിൻ്റെ ലോൺ അക്കൗണ്ടിൽ നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എമൗണ്ട് കൊടുക്കുമ്പോൾ എഴുതുക ടു ക്യാഷ്. അതവിടെ വരുന്നത് ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും 10,000 ഒപ്പം തന്നെ ആ വർഷത്തും ബാധകമായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റും അല്ലേ, രണ്ടുകൂടെ കൂട്ടിയിട്ട് 14,800 ഡെബിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഓരോ വർഷവും നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൂടിയ തുക നമ്മളിവിടെ ക്രെഡിറ്റ് ഇവിടെ ടോട്ടലായിട്ട് എഴുതി, അത് തന്നെ ഇവിടെ നമ്മൾ ടോട്ടലായിട്ട് എഴുതി. അപ്പോൾ ഈ ടോട്ടലിൽ നിന്ന് നമുക്ക് കൊടുത്ത എമൗണ്ട് നമുക്കിവിടെ ഡെബിറ്റ് സൈഡിൽ ഈ ഒരു എമൗണ്ട് 14,800 കുറയ്ക്കുമ്പോൾ നമുക്ക് 30,000 ആ വർഷത്തെ ബാലൻസ് കിട്ടും. ഈ ബാലൻസിന് നമ്മൾ അടുത്ത വർഷം രണ്ടാമത്തെ വർഷം നമ്മൾ ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും 30,000. ദെൻ 30,000-ൻ്റെ 12% ഇൻട്രസ്റ്റ് നമ്മൾക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ വർഷവും ബാക്കി നിൽക്കുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ 30,000 ഇൻറ്റു 12% 3,600 കിട്ടും. ഈ 3,600ഉം ഒപ്പം തന്നെ രണ്ടാമത്തെ വർഷത്തെ 10,000 അല്ലേ, രണ്ടും കൂട്ടിയിട്ട് നമുക്ക്
13,600 രൂപയാണ് ഈ വർഷം നമ്മൾ കൊടുക്കുന്നതായിട്ട് കാണിക്കുക. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് വീണ്ടും ബാലൻസ് ചെയ്യും അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് ബാലൻസ് ചെയ്ത പോലെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 20,000 ബാലൻസ് കിട്ടും. അത് നമ്മൾ അടുത്ത വർഷം 3ാമത്തെ വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ഈ 20,000ൻ്റെ 12% 2,400 കണ്ടുപിടിക്കുന്നു. 2,400 ആ വർഷത്തെ 10,000 കൂട്ടിയിട്ട് നമുക്ക് 12,400 ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ 3 വർഷമായി അല്ലേ. 3 വർഷം 3ാമത്തെ വർഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാക്കി നമുക്കിനി 10,000 ഇവിടെ ഉണ്ട്. അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി. ഈ 10,000ൻ്റെ 12% അതുകൂടെ നമ്മളിവിടെ 1,200 രൂപ ഇൻട്രസ്റ്റോടും കാൽക്കുലേറ്റ് ചെയ്തു. അതായത് 4ാമത്തെ വർഷം അല്ലേ, അവസാനത്തെ വർഷം. അപ്പോൾ 10,000ൻ്റെ 12% 1,200 1,200ഉം 10,000 4ാമത്തെ വർഷം പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 തന്നെയാണ് അല്ലേ. 10,000 പ്ലസ് 1,200 11,200 കിട്ടും അല്ലേ. അപ്പോൾ 11,200 കൂടി നമുക്ക് ഇത് ടാലിയായിട്ട് കിട്ടും. 11,200 രണ്ട് സൈഡിലും കിട്ടും. ഇനി ബാലൻസ് ഒന്നുമില്ല. അങ്ങനെ ലോൺ അക്കൗണ്ട് ക്ലോസ് ആകുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പലപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ നമ്മുടെ പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആദ്യം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, രാജൻ ആൻഡ് സാജൻ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. അവരുടെ ഷെയറിംഗ് റേഷ്യോ 2:1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ട് 4 lakhs 3 lakhs ആണ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് രാജൻ ഇസ് ടു ബി പെയ്ഡ്, രാജന് ഒരു സാലറി 2,000 പെർ മന്ത് അല്ലേ, ഒരു മാസം സാലറി 2,000 രൂപ വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ണർഷിപ്പ് ഡീഡിൽ. അപ്പോൾ പെർ മന്ത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ 2,000 × 12 അല്ലേ, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വർഷത്തെ സാലറിയാണ് നമ്മൾ എഴുതേണ്ടത്. ആ കാര്യം കൊടുക്കുക. മന്ത്ലി സാലറി ആണെങ്കിൽ അത് ഇയർലി സാലറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ സാധന കമ്മീഷനുണ്ട് 10,000 ഫോർ ദി ഇയർ അല്ലേ, ഒരു വർഷം 10,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് 30,000ഉം 10,000ഉമാണ്. ഇൻട്രസ്റ്റ് ഓൺ രാജൻസ് ഡ്രോയിങ്സിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 750ഉം സാജൻ്റെ ഡ്രോയിങ്സ് ആണെങ്കിൽ 250ഉമാണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മേക്കിംഗ് ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതുന്നതിന് മുമ്പ് തന്നെ നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്ന 1,82,000 രൂപയാണ് അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയാണ്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളോടും എഴുതിയതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതേണ്ടതുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതുമ്പോൾ ഡ്രോവിങ്സ് നിങ്ങൾക്ക് എമൗണ്ട് 30,000ഉം 10,000ഉം തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഡ്രോവിങ്സ് മാത്രം നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. അത് നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണിക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ഇവിടെ നമുക്ക് 1,82,000 ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു പ്രോഫിറ്റാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. പ്രോഫിറ്റ് എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആദ്യം കാണിക്കണം. നോക്കുക, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പേരിൽ 1,82,000. ഇപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ല. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താണ് ഈ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അവിടെ നിന്നാണ് ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുക. അപ്പോൾ 1,82,000 എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് കുറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതായത് ക്യാപിറ്റൽ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അത് കുറയും, സാലറി കൊടുക്കുമ്പോൾ അത് കുറയും, കമ്മീഷൻ കൊടുക്കുമ്പോൾ അത് എഴുതും. അതായത് നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം വയ്ക്കില്ലേ, ആ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ഒക്കെയാണ് ഇവിടെ ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ ഇവിടെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ ഈ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് ഒരിടത്തും നമ്മൾ എഴുതുന്നില്ല എന്നുള്ളത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അത് നമ്മൾ ഓർത്തിരിക്കുക. അതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. എമൗണ്ടുകൾ രാജൻ്റെ 750ഉം സാജൻ്റെ 250ഉമാണ്. അത് നമ്മൾ രണ്ടുകൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ 1,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 8% എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ, 4 lakhs 3 lakhs. അപ്പോൾ 4 lakhs × 8%, ആദ്യത്തെ ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. 3 lakhs × 8%, രണ്ടാമത്തെ ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഈ എമൗണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി സാലറിയുടെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സാലറി പെർ മന്ത് സാലറിയാണ് പറഞ്ഞിരിക്കുന്നത് 2,000 × 12 എന്ന് പറയുമ്പോൾ 24,000 കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് രാജൻ്റെ സാലറി 24,000 വന്നിരിക്കുന്നത്. പെർ മന്ത് സാലറി നമ്മൾ ഇയർലി സാലറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കമ്മീഷൻ നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് 10,000 തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,83,000 കിട്ടും. ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് ഇത്രയും ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ടോട്ടലിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 93,000 കിട്ടും അല്ലേ. അപ്പോൾ ഈ 93,000 നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് എഴുതുകയാണ്. 2:1 നമ്മളതിനെ
ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അത് രാജൻ്റെയും ഫാദറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 93,000 2:1 അല്ലേ, ആ ഒരു റേഷ്യോ ഡിവൈഡ് ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നതായിട്ട് എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അബു, താര ആൻഡ് രവി ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:4:1. നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ട്. നിലവിൽ 3 പാർട്ണേഴ്സാണുള്ളത്. 5:4:1 അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുക. രവി ഡൈഡ് ഓൺ, ഇവിടെ ഒരു ഡെത്ത് സംഭവിക്കുകയാണ്. രവി എന്ന് പറയുന്ന ആ ഒരു പാർട്ണർ മരിക്കുന്നു 30th June 2022 അല്ലേ, 30 ജൂണിലാണ്, ജൂൺ 30-നാണ് മരിക്കുന്നത്. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വാസ് ടു ബി കാൽക്കുലേറ്റഡ്, അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തുവിടേണ്ടതുണ്ട് അല്ലേ. റിമൈനിങ് പാർട്ണേഴ്സ് ആ ഒരു ഷെയർ പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എത്ര രൂപയുടെ ഷെയറാണ് പ്രോഫിറ്റിൻ്റെ ഷെയറാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് 3 ഇയേഴ്സിലെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കുക അല്ലേ. കാരണം ഈ വർഷം നമുക്ക് പൂർണ്ണമായിട്ടും ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഈ ഒരു ഡെത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ 3 വർഷങ്ങളിലെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തുകൊണ്ട് അത് തന്നെയാണ് ഈ വർഷത്തെ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഷെയറും മറ്റും കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഷെയർ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യണം, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അതിൽ നമുക്ക് എത്ര വർഷമാണ് അദ്ദേഹം ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നത്. അവിടെ 30 ജൂണിനാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. 31 ഡിസംബറിനാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം 31 ഡിസംബറിന് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ, 6 മാസമാണ് അദ്ദേഹം ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 6 മാസത്തെ പ്രോഫിറ്റിൻ്റെ വിഹിതമാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ഷെയർ എത്രയാണോ അത്രയും അല്ലേ. ഇപ്പോൾ അബു, താര ആൻഡ് രവി അതിൽ 3ാമത്തെ ആളാണ്. അപ്പോൾ 3ാമത്തെ ആളുടെ ഷെയർ 1 ആണ് അല്ലേ. 5, 4, 9, 1, 10. അപ്പോൾ 1/10 അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് അല്ലേ. അത് 6 മാസത്തേക്ക് അങ്ങനെ കണ്ടുപിടിച്ച് വേണം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അല്ലേ. അതിനുശേഷം അതിന് ബാധകമായിട്ടുള്ള ജേണൽ എൻട്രിയുമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് നോക്കുക കാൽക്കുലേഷൻ ഓഫ് രവീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് സംഭവിക്കുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ബേസിലാണ് ആവറേജ് പ്രോഫിറ്റ് 3 വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 3 വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് 1,72,000 കിട്ടും അല്ലേ. ഈ 1,72,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മുഴുവൻ പ്രോഫിറ്റാണ്. അതിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഷെയർ 1/10 ആണല്ലേ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒപ്പം തന്നെ ഇൻറ്റു 6/12 6 മാസത്തെ അല്ലേ. ജൂൺ 30 എന്ന് പറയുമ്പോൾ 6 മാസം വരെയാണ് നമ്മൾ എണ്ണിയെടുത്തതാണ്. അപ്പോൾ 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8,600 രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രോഫിറ്റിൻ്റെ ഷെയർ എന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെ നമുക്ക് രവിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന പേരിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. അതായത് മരിച്ച ആളുടെ ഡെത്ത് സംഭവിച്ച പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു രവീസ് ക്യാപിറ്റൽ എന്നാണ് ഇതിന് ബാധകമായിട്ടുള്ള ജേണൽ എൻട്രിയും വരിക അല്ലേ. നമ്മൾ ഡെത്ത് പാർട്ണേഴ്സിൻ്റെ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് +2 അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കാണാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മെൻഷൻ എനി 4 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്ഡ് ഇൻ റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറുടെ ഡെത്ത്, റിട്ടയർമെൻ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ട്. അതിൽ ഏതൊക്കെയാണ് അതിൻ്റെ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, പേര് മാത്രമേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ന്യൂ റേഷ്യോ, ഗെയിനിങ് റേഷ്യോ കാൽക്കുലേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, അസറ്റ്സും ലൈബിലിറ്റീസും നമ്മൾ റിവാൽ ചെയ്യുന്നുണ്ടല്ലേ. റിയലൈസേഷൻ അക്കൗണ്ട് അവിടെയും വരയ്ക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, നിലവിലുള്ള പ്രോഫിറ്റ് ലോസ് അതൊക്കെ നമുക്ക് പാർട്ണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദെൻ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. അപ്പോൾ ഡെത്ത്, റിട്ടയർമെൻറ്റ് അതൊക്കെ സംഭവിക്കുമ്പോൾ അതുവരെയുള്ള പ്രോഫിറ്റിൻ്റെ വീതം റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണർ അല്ലേ, മരിച്ച പാർട്ണർക്ക് കൊടുക്കേണ്ടതുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി റിട്ടയർമെൻറ്റ്, ഡെത്തൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ പോയിൻറ്റ്സ് ഒന്ന് എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എനി 1 ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കിവിടെ ഒരു അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലവും ഒപ്പം തന്നെ ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് അഡ്മിഷൻ്റെ പ്രോബ്ലം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓൾഡ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. വരുൺ അങ്ങനെ ഒപ്പം തന്നെ വരുൺ 2 പേരാണ് പാർട്ണേഴ്സ് അല്ലേ. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്, ഓൾഡ് റേഷ്യോ ആണ്. അവരുടെ നിലവിലുള്ള ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കൂടാതെ ദേ എഗ്രീഡ് ടു അഡ്മിറ്റ് സാബുവിൻ്റെ പാർട്ണർഷിപ്പ്, ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എസ്എ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ പറഞ്ഞ പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. നോക്കുക, നമുക്ക് സാബു ബ്രിങ്സ് 80,000 ആസ് ഹിസ് ക്യാപിറ്റൽ.
പുതിയ പാർട്ണർ വരുമ്പോൾ 80,000 അദ്ദേഹം ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. 40,000 ഗുഡ്വില്ലിൻ്റെ ഷെയർ ആയിട്ടും കൊണ്ടുവരുന്നുണ്ടല്ലേ. ഈ ഗുഡ്വില്ലിൻ്റെ ഷെയർ അത് നമ്മൾ ഓൾഡ് പാർട്ണേഴ്സ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കേണ്ടതുണ്ടല്ലേ. ഗുഡ്വില്ലിൻ്റെ ഷെയർ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ നിങ്ങൾ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള മാത്രമായിട്ടുള്ളൊരു ക്ലാസ്സും നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാനുള്ള കൂടുതൽ പ്രോബ്ലംസ് അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെഷീനറി ഈസ് വാല്യൂഡ് അറ്റ് ₹1,50,000. മെഷീനറിയുടെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 1,50,000 ആണ്. സ്റ്റോക്കിൻ്റെ 1 lakh ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് അല്ലേ, നമുക്ക് അഡ്മിഷനും ഒപ്പം തന്നെ റിട്ടയർമെൻറ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റ്സും ലയബിലിറ്റീസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്നതിന് വേണ്ടിയുള്ള അക്കൗണ്ടാണ് അല്ലേ. അത് എഴുതിയതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കുന്ന അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. നമുക്ക് നിലവിൽ മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 1,20,000 ആണ്. അപ്പോൾ അതിൽ 30,000 രൂപ ഇൻക്രീസ് ചെയ്തോട്ട് അത് 1,50,000 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. 1,50,000 ആയിട്ട് കൂടുകയാണ് ഇത് അല്ലേ. അപ്പോൾ അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ സ്റ്റോക്ക് 1 lakh ആണ് ഇപ്പം പുതിയ വാല്യൂ. നേരത്തെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 80,000 ആണ്. അതിൽ 20,000 ഇൻക്രീസ് ചെയ്ത് പുതിയ വാല്യൂ 1 lakh ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമുക്കതിനെ റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അത് 5% കൂടെ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈബിലിറ്റി കൂടുന്നതായിട്ട് അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് മാത്രം അല്ലേ. ഇൻക്രീസ് ചെയ്ത എമൗണ്ട് എത്രയാണ്, ഇവിടെ 20,000 30,000 അല്ലേ. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം അല്ലേ. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലേ, മുഴുവനായിട്ടും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾഡ് റേഷ്യോ അല്ലെങ്കിൽ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണല്ലേ. അപ്പോൾ ഇവിടെ അരുണിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അരുണിൻ്റെ ഓൾഡ് ഷെയർ എന്ന് പറഞ്ഞാൽ 5/8 ആണല്ലേ. 5:3 ആകുമ്പോൾ ആദ്യത്തെ ആളുടെ 5/8 ആണ്. അതിൽ നിന്ന് നമുക്ക് 7/16 അല്ലേ, 7/16 കുറയ്ക്കണം. അപ്പോൾ 7 5 12 4 16 അല്ലേ. അതുകൊണ്ടാണ് 7/16 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡിനോമിനേറ്റർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 16 ഇവിടെ 8 ആണല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് ഈക്വലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈക്വലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ 5നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10/16 എന്ന് വരും. ഡിനോമിനേറ്റർ ഈക്വലാക്കി കഴിയുമ്പോൾ 10/16 എന്ന് വരും. 10/16നെ മൈനസ് 7/16 അല്ലേ. അപ്പോൾ നമുക്ക് 3/16 നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ 2 കിട്ടും. അതുപോലെ തന്നെ വരണ്ടേ നമുക്ക് കണ്ടുപിടിക്കാം. വരണ്ടേ 3/8 ആണ്. 8നെ 16 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 6/16 കിട്ടും. 6/16 മൈനസ് 5/16 1/16 അല്ലേ. അപ്പോൾ 3:1 ആണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കിട്ടുക. ഈ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില് അത് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വെച്ച് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു 3:1 റേഷ്യോയിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അടുത്തായിട്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് അസറ്റ്സിലും ലയബിലിറ്റീസിലും ഉണ്ടായ മാറ്റങ്ങൾ മാത്രമാണ് അല്ലേ. ബൈ മെഷീനറി എന്ന പേരിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തത് 30,000 രൂപ മെഷീനറി ഇൻക്രീസ് ചെയ്തു, അത് എഴുതാം. ശ്രദ്ധിക്കുക, ഇൻക്രീസ് ചെയ്ത എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് മാത്രമേ എഴുതാവുള്ളൂ അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ ഇപ്പോൾ ഉണ്ടായിരുന്ന വാല്യൂ അതൊന്നും അല്ല എഴുതേണ്ടത്. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 30,000 രൂപ നമ്മൾ എഴുതി. സ്റ്റോക്കിലും ഇൻക്രീസ് വന്നിട്ടുണ്ട്, 20,000 ഇൻക്രീസ് വന്നു, അത് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ഈ മെഷീനറിയിലും സ്റ്റോക്കിലൊക്കെ കുറവാണ് വന്നിരിക്കുന്നതെങ്കിൽ എത്രയാണോ കുറവെന്നോ അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. ഇനി പ്രൊവിഷൻ അത് ലൈബിലിറ്റിയാണ്. പ്രൊവിഷൻ നമുക്ക് 60,000 ആണ് ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട്. ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ 5% ആണ് പ്രൊവിഷൻ അല്ലേ. അപ്പോൾ 60,000ൻ്റെ 5% 3,000 രൂപ അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. അതിനുശേഷം നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 47,000 കിട്ടും. 40,000 കിട്ടും. ഈ ഒരു റിവാലുവേഷൻ പ്രോഫിറ്റിനെ നമുക്ക് അരുണിൻ്റെയും വരുണിൻ്റെയും ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ അല്ലേ 5:3 എന്ന് പറയുന്ന ഈ ഒരു ഓൾഡ് റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ കാണിക്കണം. ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഈ അരുൺസ് ക്യാപിറ്റൽ 29,375, വരുൺസ് ക്യാപിറ്റൽ 17,625. അപ്പോൾ ഇതെല്ലാം നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ റിവാലുവേഷൻ ബൈ റിവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് കാണിച്ചിരിക്കുന്നതാണ് അല്ലേ. അതിനുശേഷം നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം തന്നെ എല്ലാ പാർട്ണേഴ്സിൻ്റെയും ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ബാലൻസ് ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പോലെ എടുത്തെഴുതുന്നു. പുതിയ ആളുടെ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരുന്നതാണ് അല്ലേ. അതുകൊണ്ട് അയാളുടെ മാത്രം ബൈ ക്യാഷ് എന്ന പേരിൽ നമ്മൾ 80,000 ക്യാപിറ്റൽ എഴുതുന്നു.
ദെൻ ബൈ ക്യാഷ് എന്ന പേരിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു 40,000 ഗുഡ് വിൽ ഉണ്ടല്ലോ, അത് നമ്മൾ 40,000 ഗുഡ് വിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് 3:1 ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു സാക്രിഫൈസിങ് റേഷ്യോ. ഈ സാക്രിഫൈസിങ് റേഷ്യോയിൽ 40,000 ഡിവൈഡ് ചെയ്ത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. 40,000 × 3/4 30,000, 40,000 × 1/4 10,000 അല്ലേ. അങ്ങനെ നമ്മൾ എഴുതേണ്ടതാണ്, അത് മറന്നു പോകരുത്. അതിനുശേഷം നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇത്രയും തുകകൾ വീതം കിട്ടും അല്ലേ. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ എഴുതുമ്പോൾ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഈ എമൗണ്ടാണ് എഴുതേണ്ടത് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എഴുതണം. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ക്വസ്റ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ എമൗണ്ട് തന്നെ എഴുതുന്നു. ബിൽസ് പേയബിൾ അതും ക്വസ്റ്റിൽ മാറ്റമൊന്നുമില്ല, 20,000 അത് തന്നെ എഴുതുന്നു അല്ലേ. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ ലൈബിലിറ്റിയുടെ സൈഡ് പൂർത്തിയായി. ഇനി ക്യാഷ് അക്കൗണ്ട് എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നിലവിൽ നമുക്കൊരു ബാലൻസ് എമൗണ്ട് ഉണ്ട്. ബാലൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 20,000 ആണ് അല്ലേ. ഈ ഒരു 20,000 ഉണ്ട്. അതുകൂടാതെ 80,000 അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഗുഡ് വില്ലായിട്ടും എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലൂടെ ആഡ് ചെയ്താണ് നമ്മൾ 1,40,000 ആയിട്ട് ക്യാഷ് അക്കൗണ്ട് കാണിക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും ഇതുപോലെ ആഡ് ചെയ്തെടുത്താൽ മതി അല്ലേ. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 60,000 3,000 രൂപ നമ്മൾ പ്രൊവിഷൻ കണ്ടുപിടിച്ചിരുന്നല്ലേ. അപ്പോൾ പ്രൊവിഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മളിവിടെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടായിട്ട് കാണിക്കാവുള്ളൂ. ഇനി സ്റ്റോക്കിൻ്റെ ഒക്കെ പുതിയ വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. സ്റ്റോക്കിൻ്റെ വാല്യൂ ഇപ്പോൾ 1,00,000 മാറി അല്ലേ. മെഷീനറുടെ വാല്യൂ 1,50,000 മാറി. അപ്പോൾ പുതിയ വാല്യൂ എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് ബാലൻസ് ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും ടാലി ആയിട്ട് കിട്ടുന്നു അല്ലേ. 4,47,000 ആണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ അത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. റിയലൈസേഷൻ അക്കൗണ്ട് അതായത് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് ഇല്ല, ഡിസൊല്യൂഷൻ പ്രോബ്ലത്തിൽ നിന്ന് ഓർക്കുക. അമൽ ആൻഡ് ബിമൽ ആർ ഈക്വൽ പാർട്ണേഴ്സ്. അവർ ഈക്വൽ പാർട്ണേഴ്സാണ്. അപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ് അല്ലേ. അവരുടെ നിലവിലുള്ള ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട്, ക്യാപിറ്റൽ എമൗണ്ട്, ബാങ്ക് ഡെപ്റ്റേഴ്സ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫാമിലിയുടെ ഡിസൊല്യൂഷൻ 31 മാർച്ച് ക്ലോസിംഗ് ഡേറ്റിൽ നടക്കുന്നു. അസറ്റ് റിയലൈസ് ചെയ്തു, അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷുകളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡെപ്റ്റേഴ്സ് വിറ്റ് 8,500, സ്റ്റോക്ക് വിറ്റ് 7,000, ഫർണിച്ചർ വിറ്റ് 9,000 കിട്ടി. ക്രെഡിറ്റേഴ്സിന് 8,000 രൂപ കൊടുത്തു തീർത്തു. റിയലൈസേഷൻ എമൗണ്ട് 500 ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തയ്യാറാക്കണം അല്ലേ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. റിയലൈസേഷൻ അക്കൗണ്ടും ഉൾപ്പെടെയുള്ള ആ ഒരു ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഇതിനു മുമ്പ് ആ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ക്യാഷും മറ്റും ഒഴികെയുള്ള അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ക്യാഷ് ബാങ്ക് ഇതൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട. ഡെപ്റ്റേഴ്സ് സ്റ്റോക്ക് ഇതേ വാല്യൂവിൽ നമ്മൾ ഈ അസറ്റ് എല്ലാം എടുത്ത് എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുക. അത് അതേ വാല്യൂ തന്നെ അതുപോലെ തന്നെ അത് എഴുതുക. അപ്പോൾ തന്നെ നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കിടക്കുന്ന ഐറ്റംസ് ക്യാപിറ്റൽ വേണ്ട, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അതേ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അസറ്റും മറ്റും വിറ്റ് കിട്ടിയ ക്യാഷാണ് എഴുതേണ്ടത് അല്ലേ. ബൈ ബാങ്ക് എന്ന പേരിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് റിയലൈസ് ചെയ്ത്, സ്റ്റോക്ക് റിയലൈസ് ചെയ്ത്, ഫർണിച്ചർ റിയലൈസ് ചെയ്ത് ഇത്ര എമൗണ്ട് കിട്ടിയല്ലേ. അതെല്ലാം നമ്മൾ കാണിക്കേണ്ടത് ബൈ ബാങ്ക് എന്ന പേരിലാണ്. ബൈ ബാങ്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ നമ്മുടെ എമൗണ്ട് 24,500 എഴുതി അല്ലേ. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടു ബാങ്ക് എന്ന് വില എഴുതുക. ബ്രാക്കറ്റിൽ നമുക്ക് ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ഒരു പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ബ്രാക്കറ്റിൽ കാണിക്കാം. ടു ബാങ്ക് 8,000 നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തു. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, അതും ടു ബാങ്ക് എന്ന പേരിൽ 500 എഴുതണം അല്ലേ. അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അതിൻ്റെത് 1:1 ആയതുകൊണ്ട് 1,000 ആണ് നമുക്ക് ബാലൻസ് കിട്ടുക. അതിനെ 1:1 ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നു. ആദ്യം തന്നെ അവരുടെ ഓൾഡ് ബാലൻസ്, കാരണം പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ആദ്യം തന്നെ എടുത്തെഴുതണം. അതിനുശേഷം ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് ഈ ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കുന്ന എമൗണ്ട് അല്ലേ, ബൈ റിയലൈസേഷൻ എന്ന പേരിൽ 500 കാണിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് എമൗണ്ട് നമ്മൾ ടു ബാങ്ക് എന്ന പേരിലാണ് കാണിക്കേണ്ടത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിന് ബാലൻസ് ഉണ്ടാവില്ല, കാരണം കമ്പനി അടച്ചു പൂട്ടുകയാണ് അല്ലേ. ഇതിൻ്റെ ഒരു പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണ് ഇനി കൊടുക്കാനുള്ളത് അത്രയും എമൗണ്ട് കൊടുത്തു തീർക്കുന്നതായിട്ട് ടു ബാങ്ക് എന്ന പേരിൽ 12,500, 8,500 കാണിക്കണം അല്ലേ. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി ബാങ്ക് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് ബി ഡി ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന 5,000 രൂപ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ടു ബാലൻസ് ബി ഡി എന്ന പേരിൽ എഴുതണം. അതിനുശേഷം നമുക്ക് ക്യാഷ് കിട്ടുന്നതെല്ലാം ടു റിയലൈസേഷൻ എന്ന പേരിൽ നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നോക്കുക. നമുക്ക് പാർട്ണേഴ്സ് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ബൈ ബാങ്ക് എന്ന പേരിൽ എഴുതിയിട്ടില്ലേ, അതാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നതായിട്ടുള്ളത് 24,500 അല്ലേ.
നമ്മൾ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തത് 8000, ക്രെഡിറ്റേഴ്സിന് എക്സ്പെൻസ് അല്ലേ, ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത്, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്ത 500. ദെൻ അമലിനും ബിമലിനും നമ്മളിപ്പോൾ കൊടുത്ത് തീർത്തില്ലേ, ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ വെച്ച് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ കൊടുത്ത് പൈസയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ബൈ അമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബൈ ബിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതും കാണിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതി കഴിയുമ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതൊരു ടാലി ആയിട്ട് കിട്ടും അല്ലേ. അങ്ങനെയാണ് ഡിസൊല്യൂഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, സാവധാനത്തിലുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൽഫബറ്റ്സ് ഓർ സിമ്പിൾസ്, ജസ്റ്റ് ഞാൻ എൻ്റെ ആൻസർ ഒന്ന് കാണിച്ചു പോകാം. ആൽഫബറ്റ്സ് ഓർ സിമ്പിൾസ് യൂസ്ഡ് ടു കോഡിഫൈ എ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ, അതിന് ന്യൂമോണിക് കോഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് ഹെൽപ്സ് ടു കൺവേർട്ട് എ ഡേറ്റ് ഇൻ ദി ഫോം ഓഫ് ടെക്സ്റ്റ് ടു എ നമ്പർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡേറ്റ് വാല്യൂ കോളമാണ് അല്ലേ, ഡേറ്റ് വാല്യൂ ആണ് അതിന് പറയുന്നത്. നെറ്റ് പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ കുറയ്ക്കുന്നതിനാണ് നെറ്റ് പേ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ജിനോക്കാത്ത അല്ലേ, ആ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ടേബിൾ ക്വറീസ് അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടേബിളും ക്വറീസ് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ടേബിൾസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഇൻ എ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനത്തിനാണ് ടേബിൾ എന്ന് പറയുന്നത്. അതിനെ ഫീൽഡിൻ്റെയും റെക്കോർഡിൻ്റെയും കോമ്പിനേഷനാണല്ലേ. അതായത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോളംസിനാണ് ഫീൽഡ് എന്ന് പറയുന്നത്, റോയ്ക്കാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ദ കോളം ഓഫ് ദി ടേബിൾ ഇൻ ആക്സസ്, ടേബിൾ ആക്സസിൽ നമ്മൾ ടേബിളിലെ കോളത്തിന് പറയുന്നത് ഫീൽഡ് എന്നാണ് പറയുക, റോയ്ക്ക് നമ്മൾ റെക്കോർഡെന്നും പറയും. ദെൻ ക്വറീസ് പറഞ്ഞിട്ടുണ്ട്. ക്വറീസ് ആൻഡ് എൻക്വയറി സെൻഡ് ടു ഡാറ്റാബേസ്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റീട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എൻക്വയറി കൊടുക്കുമ്പോൾ അതിനെയാണ് ക്വറി എന്ന് പറയുന്നത് അല്ലേ. അതിനെക്കുറിച്ച് ഇവിടെ തന്നിരിക്കുന്ന നോട്ടും ശ്രദ്ധിക്കുക. ദെൻ ചാർട്ടിൻ്റെ എലമെൻറ്റ് എന്തൊക്കെയായിരുന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് എലമെൻറ്റ്സ് ഓഫ് എ ചാർട്ട് ഏരിയ, ഡാറ്റ പോയിൻറ്റ്സ്, ലെജൻഡ്, അതൊക്കെ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ ഈ ഒരു ആൻസർ അതും പഠിച്ചു വയ്ക്കുക. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സിൻടാക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. SLLൻ്റെ സിൻടാക്സ്, കോസ്റ്റ്, സാൽവേജ് വാല്യൂ, ലൈഫ്, അതിനെല്ലാം കോമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഓർക്കണം. DVD ആണെങ്കിൽ കോസ്റ്റ്, സാൽവേജ് വാല്യൂ, ലൈഫ്, പീരീഡ്, ബ്രാക്കറ്റിൽ മന്താണ് അല്ലേ. PMD ആണെങ്കിൽ റേറ്റ്, NBR, PV, FE ടൈപ്പ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സുകൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സിംപ്ലിസിറ്റി, കോംപ്രഹെൻസീവ് നേച്ചർ, ആക്യുറസി, സ്പീഡ്, അത് നമുക്കെല്ലാം അറിയാവുന്ന തിയറിയാണ്. സിമ്പിളായിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. അതുകൂടാതെ നമുക്ക് റൗണ്ട് ഫംഗ്ഷൻ, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എറേസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഈ ഒരു എറേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവൈഡഡ് ബൈ 0 കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന എററാണ്. നെയിമുമായിട്ട് ബന്ധപ്പെട്ട എറേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൗച്ചർ ടൈപ്പ്, യൂസ്ഡ് ടു റെക്കോർഡ്, റെസിപ്റ്റ്. അപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ വൗച്ചർ ഏതാണ്, F6 ആണ്. പർച്ചേസിൻ്റെ വൗച്ചർ F7 ആണ്. ജേണലിൻ്റെ വൗച്ചർ F9 ആണ് അല്ലേ, ഓൾട്ട് F9 ആണ്. കോൺട്ര F8 ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ടത് കൃത്യമായിട്ട് ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക, പഠിച്ചിരിക്കുക കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്